നിങ്ങളുടെ സ്വന്തം വികാസ് വിക്കേസ് ആണ്. ഇന്ന് ഞാനൊരു വളരെ ഇൻഫോർമാറ്റീവ് സ്പെഷ്യൽ എപ്പിസോഡുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഈ ഒരു എപ്പിസോഡിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഒരു ടീം വർക്കിൻ്റെ സക്സസ്ഫുൾ അറിയണം. ഈ ഒരു ടീമാണ് ഇന്ന് ഈ ഒരു എപ്പിസോഡിൻ്റെ ഹൈലൈറ്റും. അപ്പം ഇതിൻ്റെ കൂടുതൽ വിശേഷം അറിയാം. സ്റ്റേ ട്യൂൺ. അപ്പം ഒരു നല്ല വെഡിങ് കൺസൾട്ടന്റ്, ഒരു നല്ല സ്റ്റൈലിസ്റ്റ് ആവണം എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ജലി ഇവിടെ, അല്ലേ? അപ്പൊ ഇന്നത്തെ ഈ ഒരു ഫ്ലവറിന്റെ ഡിസൈൻ, ഫ്ലവറിന്റെ സെലക്ഷൻസ് പോലും അഞ്ജലിയാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് അഞ്ജലിയാണ് ഈ ഒരു സാരിയുടെ പർച്ചേസിലും ഉണ്ടായിരുന്നത്. കേരളത്തിൽ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ ആകാംക്ഷയുള്ള ഒരു കാര്യമാണ് എന്താണ് ബ്രൈഡൽ കൺസൾട്ടന്റ്. അപ്പം ഒരു ബ്രൈഡൽ കൺസൾട്ടന്റ് എന്ന് പറയുമ്പം അതിന്റെ പ്ലസ് പോയിന്റ്സ് എന്തൊക്കെയാണ്? ശരിക്കും ഒരു ബ്രൈഡൽ കൺസൾട്ടന്റ് ഉണ്ടെങ്കിൽ നമുക്ക് കേരളത്തിലെ ബ്രൈഡ്സിനൊക്കെ ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആണ്. അത് ഏതൊക്കെ ഇതിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊറോണയ്ക്ക് ശേഷം പല ബ്രൈഡ്സിനും ആൾക്കാർ ലിമിറ്റഡ് ആയിട്ടുള്ള കല്യാണമാണ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്കൊരു കസിൻസോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഒന്നും കല്യാണങ്ങളിലില്ല. അവർക്കൊരു സജഷൻസ് ചോദിക്കാൻ, ഒപ്പീനിയൻസ് ചോദിക്കാനോ ഒന്നും അറിയില്ല. സോ അപ്പോൾ നമ്മളുടെ ഒരു റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് A to Z കാര്യങ്ങൾ ഫ്രം ദ ബിഗിനിങ് നമ്മളൊരു ഫ്രണ്ടായിട്ട് അവരുടെ കൂടെ അവർക്ക് ഓരോ സെലക്ഷനിലും ഡിസൈനിങ്ങിലും എല്ലാം അവർക്ക് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിട്ട് നമ്മളെപ്പോഴും കൂടെ ഉണ്ടായിരിക്കുക. അതാണ് ശരിക്കും ഇപ്പം നമ്മൾ ഈ ഒരു ബ്രൈഡൽ കൺസൾട്ടൻ്റ് എന്നുള്ള ഇപ്പോഴത്തെ ഒരു സ്കോപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ശരിക്കും. അപ്പൊ ഒരു റൈറ്റ് പേഴ്സൺ അറ്റ് റൈറ്റ് ടൈം, അല്ലേ? ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നന്നായിട്ട് പ്രോപ്പറായിട്ട് ഗൈഡൻസ് ചെയ്യാം. അപ്പൊ ഈ ഒരു ഗൈഡൻസ് വഴിയാണ് ഇപ്പൊ ഞാൻ ഇന്നത്തെ ഈ ഒരു ഷൂട്ട്, ഒരു ബ്രൈഡൽ ഷൂട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ബ്രൈഡൽ ഷൂട്ടിന് പോലും ഇത്രയും നല്ലൊരു ഫ്ലവർ സെലക്ഷൻസ് ഒക്കെ പറ്റാൻ പറ്റിയത് ബിക്കോസ് യു നോ ദ സ്റ്റൈലിംഗ് ആൻഡ് യു നോ എവറിത്തിങ്. ഇപ്പം ജ്വല്ലറി സെലക്ഷൻസിനായാലും സ്റ്റൈലിങ്ങിനായാലും കോസ്റ്റ്യൂം സെലക്ഷനായാലും നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാം. ഈവൻ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ പോലും യു ക്യാൻ ഗൈഡ്. ഓരോരുത്തർക്ക് എങ്ങനത്തെ ടൈപ്പ് ഓഫ് മേക്കപ്പ് ആർട്ടിസ്റ്റ് വേണം എന്ന് പോലും യു ക്യാൻ ഗൈഡ് ദം, അല്ലേ? അപ്പം അഞ്ജലിയുടെ കമ്പനിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എല്ലാം നമ്മൾ ഇതിൽ തന്നെ ലിങ്ക്ഡ് ആണ്. നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ട് അഞ്ജലിക്ക്. ഒരുപാട് ഹാപ്പി ബ്രൈഡ്സും ഉണ്ട്. റീസെന്റ് എൻ്റെ ഒരു ബ്രൈഡിനെ അഞ്ജലിയാണ് സ്റ്റൈലിംഗ് ചെയ്തത്, വെഡിങ് കൺസൾട്ട് ചെയ്ത്. ഇനിയും ഉണ്ട്, നമുക്ക് അടുത്ത മാസം ഉണ്ട് ഒരു ബ്രൈഡ്. ഒന്നല്ല, 2 ബ്രൈഡ്സ്, അല്ലേ? അപ്പം ഇനി ഇതുപോലത്തെ ഒരുപാട് ഹാപ്പി ബ്രൈഡൽ സ്റ്റോറിയിൽ അഞ്ജലിയും ഉണ്ട് നമ്മുടെ കൂടെ തന്നെ. ഇന്നത്തെ ഈ ഷൂട്ടിന് പോയാലോ? നമ്മൾ ആദ്യത്തെ ലുക്ക് എന്താണ് അഞ്ജലി? ഫസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു തീം ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ഫുള്ളി ചെയ്യുന്നത്. അപ്പം ഇതിലൊരു ഡെക്കർ പാർട്ടിനോട് യോജിച്ച രീതിയിലാണ് നമ്മൾ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ എയർ ആണ്, അല്ലേ? അതെ അതെ. അതിനാണ് നിങ്ങൾ ആ ഒരു കളർ ഓഫ് ആ ഒരു കളർ തീം ആവുമ്പോൾ കുറച്ച് ആ ഒരു ഓപ്പൺ എയറിൽ നന്നായിട്ട് നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളപ്പോ ഷൂട്ടിന് കൊണ്ട് പോവുകയാണ്. നമുക്ക് മോഡലിനെ വിളിക്കാം, അല്ലേ? മോഡലിന്റെ പേര് ലക്ഷ്മി. അപ്പൊ ലക്ഷ്മിനെ വിളിച്ചോ. ഓക്കെ. അപ്പം ഒരാളെ കൂടെ ഇന്ന് നമുക്ക് പറഞ്ഞേ പറ്റൂ. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമില് ഒരാളും കൂടെ ഏറ്റവും ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്, ലക്ഷ്മി. ഹായ് ലക്ഷ്മി. സാധാരണ ഞാൻ എന്റെ ബ്രൈഡ്സിനെയാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇന്നിപ്പം ലക്ഷ്മിയാണ്. ലക്ഷ്മി മോഡലാണ്, ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ലക്ഷ്മിയാണ് ഇന്ന് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ട് ഇന്നത്തെ നമ്മുടെ ബ്രൈഡൽ ലുക്കിൽ വരാൻ പോകുന്നത്. സോ ലക്ഷ്മിനെ ഞാൻ മേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത്. ലക്ഷ്മി കൊല്ലമാണ്, അല്ലേ? കൊല്ലമാണ്. പിന്നെ എന്റെ കോളേജിൽ, ഞാൻ പഠിച്ച കോളേജിൽ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്ന ജേർണലിസം ആണ്. ആഹാ, അടിപൊളി. അപ്പൊ ജേർണലിസം ആണെങ്കിൽ പിന്നെ ലക്ഷ്മി ഇന്ന് ഈ ഒരു ഷോ കൊണ്ടുപോട്ടെ, അല്ലേ?
ഇന്നിപ്പം സെക്കൻഡ് ലുക്കിൽ കോസ്റ്റ്യൂം ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നതൊക്കെ അഞ്ജലി തന്നെയാണ്. അപ്പൊ നമുക്ക് ഇനി ഒരു ഇമ്പോർട്ടന്റ് പേഴ്സൺ ഇതിനകത്തുള്ളതെന്ന് പറയുന്നത് ജുവലറി. അപ്പം ജുവലറി ആരാണ് നമുക്ക് ഈ ഒരു ഫുൾ ജുവലറി സെറ്റ് തരുന്നത്? നമ്മളുടെ ജുവലറി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഭീമ ജ്വല്ലേഴ്സ് പത്തനംതിട്ടയാണ്. അവിടെ നമ്മളുടെ സനോജ് എന്ന് പറഞ്ഞ മാനേജറുണ്ട്, അദ്ദേഹമാണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഭീമയാണെന്ന് തോന്നുന്നു പത്തനംതിട്ടയിൽ ഏറ്റവും കൂടുതലും ആൾക്കാർ കുറേയും കൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ളത് അല്ലേ? അതെ അതെ. ഭീമ ജ്വല്ലേഴ്സ് പൊതുവെ ഭീമ എന്ന് പറയുമ്പോൾ ഒരു ബ്രാൻഡ് നെയിമിന് ഒരു ഇതുള്ളത് ട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ സോ നമ്മളുടെ ഇവിടെ നന്നായിട്ട് ആൾക്കാരൊക്കെ അതിനെ ചൂസ് ചെയ്യുന്നുണ്ട്. ബ്രൈഡ് സുന്ദരിയാവാൻ ഏറ്റവും കൂടുതൽ വേണ്ടത് സന്തോഷമുള്ള ഒരു ബ്രൈഡ് തന്നെയാണ്. കൂടെ കുറച്ച് മേക്കപ്പും കുറച്ച് നല്ല ഓർണമെന്റ്സും കുറച്ച് നല്ല കോസ്റ്റ്യൂംസും അല്ലേ? അപ്പം ഇന്ന് നമുക്ക് മാറ്റി കൂട്ടാനായിട്ട് പത്തനംതിട്ട ഭീമ ജ്വല്ലറി നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് തന്നിട്ടുണ്ട്. നല്ല സെറ്റ് ഓഫ് ജ്വല്ലറി ആൻഡ് വെരി കോപ്പറേറ്റീവ് സ്റ്റാഫ്സ് ഓൾസോ. ഇഷ്ടമായി ഞങ്ങൾക്ക്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി, കേരളത്തിനും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് മേക്കപ്പ് കഴിഞ്ഞ് ഇനി നമുക്ക് ഷൂട്ടിന് പോകാം. നമസ്കാരമുണ്ട്. മോളും രണ്ടാമത്തെ ലുക്കാണ്, സുന്ദരി ആയിട്ടുണ്ട്. അതിപ്പോ നമ്മുടെ ലക്ഷ്മിയുടെ അമ്മയും അച്ഛനുമാണ്. അപ്പൊ ഇത് ലക്ഷ്മിയുടെ ബ്രദറാണ്. അപ്പം ഇവരെ എല്ലാവരെയും നമ്മള് വീണ്ടും ഒന്നും കൂടെ കാണുന്നു. ഓക്കെ അണ്ണാ, ബൈ. ശരി. ഇങ്ങനെ ഒരു ഷൂട്ട് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിച്ചത് ഇങ്ങനൊരു ഇൻഫ്രാസ്ട്രക്ചർ, ഇങ്ങനൊരു ഇൻഡോർ ഡെക്കോർ അല്ലേ? അപ്പൊ ആ ഒരു ഇൻഡോർ ഡെക്കോറിന്റെ ആളിന്റെ അടുത്ത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. രാഹുൽ. ഹായ് രാഹുൽ. ഹലോ. എങ്ങനെയുണ്ട് ഈവനിങ് ആയപ്പോഴത്തേക്ക്? നന്നായിരുന്നു. മഴ ആയതുകൊണ്ടുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്, വേറെ പ്രശ്നങ്ങൾ. പക്ഷേ നമുക്ക് ഷൂട്ടിനൊന്നും രാവിലത്തെ ഷൂട്ട് നമ്മൾ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. രാവിലത്തെ ഷൂട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഡെസ്റ്റിനേഷൻ വെഡിങ്ങിന്റെ കാലത്ത് ഇങ്ങനൊരു ഡെക്കോർ ചെയ്തതിന് നിങ്ങൾ ഒരുപാട് അപ്രീഷിയേറ്റബിൾ ആണ്. കാര്യം ഇനി ഒരുപാട് പേർക്ക് മാതൃകയായിട്ടും ഒരുപാട് പേർക്ക് റെഫറൻസ് ആയിട്ടും എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്കറിയാം തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ ക്ലയന്റിനും വേണ്ട ഡിഫറെന്റ് ആയിട്ടുള്ള തീമാണ് കൊടുക്കുന്നത് അല്ലേ? അപ്പൊ അതെങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുന്നത്? ഞങ്ങൾ കൂടുതലും ചെയ്യുന്നത് ഹിന്ദു ട്രഡീഷണൽ തീംസ് ആണ് കൂടുതലും ചെയ്യുന്നത്. ഹിന്ദു വെഡിങ്സിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കസ്റ്റമേഴ്സിൻ്റെ ഒരു റിക്വയർമെൻറ്റ്, പലർക്കും കണ്ടംപററി പാറ്റേൺ ഉണ്ട്, ട്രഡീഷണൽ പാറ്റേൺ ഉണ്ട്. അപ്പോൾ അവരുടെ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കസ്റ്റമൈസ് ചെയ്താണ് ചെയ്യുന്നത്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. വെന്യൂ ഈവൻ പത്തനംതിട്ടയാണ്. അപ്പോൾ അവരുടെ ലിങ്ക് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ തന്നെ ഉണ്ട്. താങ്ക് യു സോ മച്ച് രാഹുലിൻ്റെ ഈ ഒരു സംരംഭം ഒരുപാട് ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് ഞാനും നമ്മുടെ ഈ ഫുൾ ടീമും നമ്മൾ ആശംസിക്കുന്നു. താങ്ക് യു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ഈ മൊമെന്റ് അത് പ്രിസർവ് ചെയ്യുന്ന ആൾക്കാർ, അതെ, ഫോട്ടോഗ്രാഫേഴ്സ്, ക്യാമറാമാൻ. ഇന്ന് നമുക്ക് കൂടെ ഉള്ളത് വധു. അപ്പം നിങ്ങൾ ബേസ് ചെയ്തിരിക്കുന്ന ഞങ്ങൾ തൃശ്ശൂർ എറണാകുളം, കേരളം ഫുള്ളായിട്ട് വധു. എൻ്റെ തന്നെ ഏറ്റവും ഫേവറേറ്റ് ബ്രൈഡ്സിൽ കുറേ ബ്രൈഡ്സ് ഇവരുടേത് തന്നെയാണ്. അപ്പം ഫുൾ ടീം വധു, താങ്ക് യു ഫോർ ഗിവിങ് ആൻഡ് സപ്പോർട്ടിങ് ആസ് ഓൺ ദിസ് ഡേ. അപ്പം ഇവരും നമുക്കിന്നൊരു അവിഭാജ്യ ഘടകം തന്നെയാണ്. താങ്ക് യു ബിക്കോസ് എന്നൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയ നമുക്ക് വലിയൊരു ഒരു ബ്ലെസ്സിങ് ആണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.
നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു വെഡിങ് കൺസൾട്ടന്റ് ആൻഡ് ഈവന്റ് പ്ലാനർ, ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചുള്ള സക്സസ് ആണ് ഞാൻ ഇന്ന് ഈ ഒരു ദിവസം കണ്ടത്. ബിക്കോസ് ഇവരുടെ ഈ ഒരു പാർട്ട്ണർഷിപ്പ് ലൈഫിലും കൂടിയാണ്. അങ്ങനെ രാഹുൽ ആൻഡ് അഞ്ജലി അവരുടെ ഈ ഒരു ലൈഫ് പാർട്ട്ണർഷിപ്പ് കൊണ്ടാണ് നമുക്കൊരു നല്ല ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് അല്ലേ? എങ്ങനെയാണ് രാഹുൽ ഇതിൽ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നത്? ഫുൾ സപ്പോർട്ടാണ്. ആണോ? രാഹുലിന്റെ അപ്പം ബാക്ക് ബോൺ ആണ് നമ്മുടെ അടുത്തിരിക്കുന്നത് അല്ലേ? അങ്ങനെ ഈ ഒരു ഹാപ്പി കപ്പിൾ നമ്മൾ സാധാരണ ഒരുക്കി കഴിഞ്ഞിട്ടാണ് ഹാപ്പി കപ്പിളിനെ കാണുന്നത്. പക്ഷേ ഇവരുടെ ലൈഫിലും ഇവരുടെ ബിസിനസ്സിലും ഗൈഡൻസിലും ഈ ഒരു ഹാപ്പി കപ്പിൾ എന്നും ഉണ്ട്. നമ്മൾ ഒരുപാട് പേർക്ക് ഇവരൊരു ഗൈഡൻസ് ആവാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. ഇപ്പം എനിക്കും ഇവർ ഒരുപാട് ക്ലോസ് ടു ഹാർട്ടാണ്. താങ്ക് യു രാഹുൽ ആൻഡ് അഞ്ജലി. അപ്പം നമുക്കിനി അടുത്ത വർക്കിന് വീണ്ടും കാണാം തീർച്ചയായും അല്ലേ? താങ്ക് യു.